ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CSCB ആൻഡ് PSC മാസ്റ്റർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇറ്റാലിയൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ കുറിച്ചും അതുപോലെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കോപ്പറേറ്ററായ ലൂയിജി ലുസാട്ടിയെക്കുറിച്ചുമാണ് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യമായി ഇറ്റലിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇറ്റലി ഈസ് ദ ബർത്ത് പ്ലേസ് ഓഫ് ബ്യൂറിയൽ സൊസൈറ്റി, അതുപോലെ തന്നെ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെയും അതുപോലെ തന്നെ ബ്യൂറിയൽ സൊസൈറ്റിയുടെയും ബർത്ത് പ്ലേസ് ഏത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ഇറ്റലിയാണ്. അപ്പോൾ രണ്ട് തരം സൊസൈറ്റികളാണ്, ബ്യൂറിയൽ സൊസൈറ്റീസ് അതുപോലെ തന്നെ ലേബർ കോൺട്രാക്ട് സൊസൈറ്റീസ്. ഈ സൊസൈറ്റിയുടെ ബർത്ത് പ്ലേസ് ആണ് ഇറ്റലി. അത് പ്രധാനപ്പെട്ട പോയിന്റാണ്. അതുപോലെ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട കോപ്പറേറ്ററായ ലൂയിജി ലുസാട്ടിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യമായി അദ്ദേഹം ജനിച്ച വർഷം 1841 ജനിച്ചു. അതുപോലെ 1927 അദ്ദേഹം അന്തരിച്ചു. 1841 ജനിച്ചു, 1927 അന്തരിച്ചു ലൂയിജി ലുസാട്ടി. അദ്ദേഹത്തിൻ്റെ ജനന സ്ഥലമാണ് വെനീസിലാണ് അദ്ദേഹം ജനിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു പ്രൊഫസറായിരുന്നു, പ്രൊഫസർ ഇൻ എക്കണോമിക്സ്. മിലാനിൽ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എക്കണോമിക്സിലെ പ്രൊഫസറായിട്ട് ജോലി ചെയ്തിരുന്ന ആളാണ് ലൂയിജി ലുസാട്ടി. അതുപോലെ തന്നെ 1866 മിലാനിൽ ബാങ്ക പോപ്പുലറ അല്ലെങ്കിൽ പോപ്പുലർ ബാങ്ക് എന്നുള്ള ആ ഒരു പ്രസ്ഥാനം ഇറ്റലിയിൽ ആരംഭിച്ചത് ലൂയിജി ലുസാട്ടിയാണ്. 1866 മിലാനിൽ പോപ്പുലർ ബാങ്ക് അല്ലെങ്കിൽ ബാങ്ക പോപ്പുലറ എന്നുള്ള ആ പ്രസ്ഥാനം ഇറ്റലിയിൽ ആരംഭിച്ച വ്യക്തിയാണ് ലൂയിജി ലുസാട്ടി. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഇടയ്ക്കിടയ്ക്ക് സ്ഥിരമായിട്ട് ആവർത്തിക്കുന്ന ക്വസ്റ്റ്യനാണ്. പോപ്പുലർ ബാങ്ക് അല്ലെങ്കിൽ ബാങ്ക പോപ്പുലറ ഇറ്റലിയിൽ സ്ഥാപിച്ചത് ലൂയിജി ലുസാട്ടി. ഇത് നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റാണ്. അതുപോലെ തന്നെ ഇറ്റലിയിൽ ഇദ്ദേഹം വർക്കിംഗ് എമംഗ് മിഡിൽ ക്ലാസ് അർബൻ പീപ്പിൾ, ഇദ്ദേഹം മിഡിൽ ക്ലാസ് അർബൻ പീപ്പിളിൻ്റെ ഇടയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കോപ്പറേറ്റീവ് പ്രവർത്തനങ്ങളൊക്കെ മിഡിൽ ക്ലാസ് അർബൻ പീപ്പിളിൻ്റെ ഇടയിലായിരുന്നു എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അപ്പോൾ ഓരോ വ്യക്തികളും ഓരോ കോപ്പറേറ്ററും ചിലർ റൂറൽ പീപ്പിൾ, ചിലർ അർബൻ പീപ്പിൾ, ചിലർ മിഡിൽ ക്ലാസ് അർബൻ പീപ്പിൾ, അങ്ങനെ പല കാറ്റഗറിയിലാണ് പല കോപ്പറേറ്ററും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ലൂയിജി ലുസാട്ടിയുടെ പ്രത്യേക ഫോക്കസ് ഏരിയ മിഡിൽ ക്ലാസ് അർബൻ പീപ്പിളിൻ്റെ ഇടയിലായിരുന്നു എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഇദ്ദേഹമാണ് ഫസ്റ്റ് ഫ്രണ്ട്ലി സൊസൈറ്റി, ഇറ്റലിയിലെ ഫസ്റ്റ് ഫ്രണ്ട്ലി സൊസൈറ്റി ലോധി എന്നുള്ള സ്ഥലത്ത് ആദ്യമായി ആരംഭിച്ച വ്യക്തി. ഫസ്റ്റ് ഫ്രണ്ട്ലി സൊസൈറ്റി ലോധി എന്നുള്ള സ്ഥലത്ത് ആരംഭിച്ച വ്യക്തിയാണ് ലൂയിജി ലുസാട്ടിയാണ് ഫസ്റ്റ് ഫ്രണ്ട്ലി സൊസൈറ്റി ലോധി എന്നുള്ള സ്ഥലത്ത് ആരംഭിച്ചത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ സൊസൈറ്റിയുടെ പ്രത്യേകതകളാണ് ലിമിറ്റഡ് ലയബിലിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ സൊസൈറ്റി. അതുപോലെ തന്നെ ഷെയർ വാല്യൂ സ്മോൾ ആയിരിക്കുന്നു. അതുപോലെ പേയബിൾ ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്, ഷെയർ വാല്യൂ പേയബിൾ ഇൻ ഇൻസ്റ്റാൾമെൻറ്റ് എന്നുള്ള പ്രത്യേകതയും ഇദ്ദേഹത്തിൻ്റെ സൊസൈറ്റിക്കുണ്ട്. ലിമിറ്റഡ് ലയബിലിറ്റിയാണ്, അതുപോലെ ഷെയർ വാല്യൂ സ്മോൾ ആണ്, അതുപോലെ പേയബിൾ ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്. ഇത്രയുമാണ് ഈ ലൂയിജി ലുസാട്ടിയെക്കുറിച്ച് പ്രധാനമായിട്ടും പറയാനുള്ള കാര്യങ്ങൾ. നമ്മൾ ഇന്നും പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇറ്റലിയെക്കുറിച്ചാണ് പഠിച്ചത്. ഇറ്റലി ഈസ് ദ ബർത്ത് പ്ലേസ് ഓഫ് ബ്യൂറിയൽ സൊസൈറ്റി, അതുപോലെ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. അതുപോലെ തന്നെ ലൂയിജി ലുസാട്ടിയെക്കുറിച്ച് നമ്മൾ ആരംഭിച്ചപ്പോൾ ആദ്യമായി അദ്ദേഹത്തിൻ്റെ ജനന വർഷം 1841 ജനിച്ചു, 1927 അന്തരിച്ചു. അതുപോലെ വെനീസിലാണ് അദ്ദേഹം ജനിച്ചത്. പ്രൊഫസർ ഇൻ എക്കണോമിക്സ്, മിലാനിൽ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രൊഫസറായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിരുന്നു. അതുപോലെ പോപ്പുലർ ബാങ്ക് അല്ലെങ്കിൽ ബാങ്ക പോപ്പുലർ 1866 മിലാനിൽ അദ്ദേഹം ആരംഭിച്ചു. അതുപോലെ തന്നെ ഇറ്റലിയിൽ ഇദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് വർക്കിംഗ് എമംഗ് മിഡിൽ ക്ലാസ് അർബൻ പീപ്പിളിൻ്റെ ഇടയിലാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്രണ്ട്ലി സൊസൈറ്റി ഇദ്ദേഹം ആരംഭിച്ചത് ലോധി എന്നുള്ള സ്ഥലത്താണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ സൊസൈറ്റിയുടെ മറ്റ് പ്രത്യേകതകളാണ് ലിമിറ്റഡ് ലയബിലിറ്റി ആയിരുന്നു, അതുപോലെ ഷെയർ വാല്യൂ സ്മോൾ ആയിരുന്നു, പേയബിൾ ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്. ഇത്രമാണ് ലൂയിജി ലുസാട്ടിയെക്കുറിച്ച് പ്രധാനമായിട്ടും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കേണ്ട കാര്യങ്ങൾ. നിങ്ങൾക്ക് എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ കൂടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ അത് കുറിച്ച് വെച്ച് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ ക്ലാസ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.